ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ആ ഒരു മാറ്റം നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ തന്നെ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും, എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വന്ന് തുടങ്ങി എന്ന്. അങ്ങനെ തോന്നുന്ന രീതിയിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നേയും ഇതേപോലെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലിയൊരു ചേഞ്ചാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചേഞ്ച് ലോങ് ടൈമിന് വേണ്ടിയുള്ള ചേഞ്ചസ് ആണ്. അല്ല ചുമ്മാ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ട് പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്ന അങ്ങനൊരു ചേഞ്ച് അല്ല. ലോങ് ടേം ആയിട്ട് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശുഭമായിട്ടുള്ള ഒരു കൃത്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു ചേഞ്ചിലൂടെ. എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ചിന്തയുള്ളത്, എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഫോക്കസ് ഉള്ളത്, അതിലൊരു ചേഞ്ച്, അതായത് ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് ആ ഒരു കാര്യം പോകുന്നതെങ്കിൽ വളരെ നല്ല അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഈ ഒരു ഇച്ഛ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇച്ഛ ദൈവം പൂർത്തിയാക്കി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വളരെ ശുഭതയോടുകൂടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം വേറെ 4 ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഒരു സന്തോഷം വളരെ ജാക്ക്പോട്ടിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സന്തോഷം പ്രാപ്തമാകുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒത്തിരി കമ്പാരിസൺ നിങ്ങൾ ചെയ്യും. അതായത് മുന്നത്തെ നിങ്ങളുടെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ ഒത്തിരി കമ്പാരിസൺ നിങ്ങൾ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ഇവിടെ ഇത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് മുന്നോടിയായിട്ട് സൈൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. 369 ആ ഒരു എനർജി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ 39, 36, 96 അങ്ങനെയൊക്കെ നമ്പർ മാറ്റം ഉള്ള രീതിയിൽ 369 തന്നെ വേറെ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ എനർജി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇനി തയ്യാറായിക്കോളൂ, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവാൻ പോകുകയാണ് എന്ന്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഫുൾഫിൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇത്ര വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ ഉള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ നല്ല കർമ്മമാണ് അതിനുള്ള കാരണം. ഇവിടെ ഈ ഒരു ഡെസ്റ്റിനി നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റമാണോ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഏതൊക്കെ വഴിയാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ വഴിയിൽ കൂടെ ഗോ വിത്ത് ഫ്ലോയിൽ പോവുകയാണ്. എപ്പോഴായാലും എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ദൈവം കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ചിന്താഗതി ശരിയായ വഴിയിൽ കൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. അപ്പോഴും നിങ്ങളുടെ ആ ഒരു കാല് പതറിയില്ല. നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോയി. അതായത് കഴിഞ്ഞു പോയ സമയം ഇങ്ങനെയാണ്. അതായത് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് കൊടുക്കോ അതോ നമ്മുടെ കർത്തവ്യത്തിന് കൊടുക്കോ എന്ന് നോക്കുന്നതാണ് കഴിഞ്ഞു പോയ സമയമല്ല. അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയല്ല നോക്കിയത്, നിങ്ങളുടെ കർത്തവ്യമാണ് നിങ്ങൾ നോക്കിയത്. കാരണം ഇങ്ങനെയുള്ളൊരു പരീക്ഷയാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. സ്വാർത്ഥരാകുമോ അതോ നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ ചെയ്യുമോ എന്നുള്ള രീതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ദൈവം ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അതായത് ഒരു ആഗ്രഹം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളെ ഭയങ്കരമായിട്ട് നല്ല ഒരു സ്ഥിതിയിലേക്ക് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം. അവർക്കും നിങ്ങൾ നന്നായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഒരു വഴി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. കഠിനമാണെങ്കിൽ പോലും ആ ഒരു വഴി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു വഴിയിൽ കൂടെ നിങ്ങൾ ഒത്തിരി പരീക്ഷകൾ നേരിട്ടു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം അത് ഒരിക്കലും മറന്നില്ല. അത് കറക്റ്റ് ചെയ്തു ഫോളോ ചെയ്ത് വന്നു.
ഇനി നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റിയുടെ ആധാരത്തിൽ ഓരോ ക്രമത്തിൽ കാര്യങ്ങൾ നേരെയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ നേരെയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫസ്റ്റ് നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അത് പൂർത്തിയാവുക, അത് കഴിഞ്ഞ് സെക്കൻഡ്, അത് കഴിഞ്ഞ് തേർഡ്, അങ്ങനെ ഓരോ ഇതായിട്ട് പ്രയോറിറ്റി എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ തോന്നും, ഇങ്ങനൊരു ലൈഫ് ഞാൻ സ്വപ്നത്തിലാണ് കണ്ടത്, ആ ഒരു ലൈഫ് എനിക്ക് കിട്ടിയല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നും. അതായത് ഇങ്ങനെയുള്ള ലൈഫ് മറ്റുള്ളവർ ജീവിക്കുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോഴെല്ലാം നിങ്ങൾക്ക് തോന്നും അവർ എന്ത് നല്ല പുണ്യകർമ്മം ചെയ്തിട്ടാണോ ഭൂമിയിൽ വന്നത്, അതുകൊണ്ടാണ് അവർക്ക് ഇത്ര മനോഹരമായിട്ട് ലൈഫ് ജീവിക്കാൻ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്കും അങ്ങനൊരു ലൈഫ് ജീവിക്കാൻ ദൈവം തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ഈ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ട് ഇങ്ങനെയുള്ള സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, നമ്പേഴ്സ് ത്രൂ സൈൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ദിവസങ്ങളിൽ പരിവർത്തനം നിങ്ങൾക്കുള്ളിലായിട്ട് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സൈൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതായത് ഒന്നുകിൽ ചിത്രശലഭം നിങ്ങളുടെ തലയിൽ വന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തോളിൽ വന്നിരിക്കും. അങ്ങനെ ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുകയാണ് എന്നതാണ്. ആ ഒരു ചിത്രശലഭം നിങ്ങളുടെ തലയിലോ തോളിലോ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമായി എന്ന്. ഇവിടെ ഇങ്ങനൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ആ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അതായത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം കഠിന സമയമാണോ വന്നു ചേർന്നിരിക്കുന്ന ആ ഒരു കഠിന സമയം മാറി വളരെ നല്ലൊരു സമയം വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സന്തോഷമായിട്ടിരിക്കൂ. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. പറ്റുമെങ്കിൽ ഗൗരി ഷെൽ അത് പറ്റുമെങ്കിൽ ഒരു 11 അല്ലെങ്കിൽ ഒരു 7 ഇത് പേഴ്സിൽ വയ്ക്കുന്നതോ അല്ലെങ്കിൽ പൂജാ റൂമിൽ വയ്ക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഗൗരി ഷെൽ. അത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പൂജാ റൂമിലോ അല്ലെങ്കിൽ പേഴ്സിലോ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഗൗരി ഷെല്ല് വന്നിട്ട് മണിയെ ആകർഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ്. പോക്കറ്റിലോ പേഴ്സിലോ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോകുകയാണ് എന്ന്. സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതോറിറ്റിയിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മാരേജ് വരെ നിങ്ങളുടെ ആ ഒരു സംസാരം പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മാരേജിലോട്ട് കാര്യങ്ങൾ പോകുന്നതായിട്ട്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേർണിയിലാണ് നിങ്ങളുള്ളത് എങ്കിൽ സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം ഇത്രമാത്രം നല്ലതാവും. ലൈഫിൽ എന്ത് ആക്ഷൻ എടുക്കാനും നിങ്ങൾക്കിനി ഒരു പേടി ഉണ്ടാവത്തില്ല. ഒരു പേടി കൂടാതെ എന്ത് ആക്ഷനും നിങ്ങൾ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്ര തന്നെ റിസ്ക് ഉണ്ടായാലും ആ ഒരു റിസ്ക് കണ്ട് നിങ്ങൾ പേടിക്കത്തില്ല ഒരിക്കലും. ഇനി നിങ്ങളുടെ ആ ഒരു ബുദ്ധി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് നിങ്ങളുടെ ബുദ്ധിയുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദേഷ്യം വരുമ്പോൾ പോലും നിങ്ങൾ ഈ രീതിയിൽ ചെയ്യും. അത് കാരണം നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം മറ്റുള്ളവർക്ക് മോശമായിട്ട് വരത്തില്ല. ആ രീതിയിലൊരു കാര്യം നിങ്ങൾ അതായത് എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ പറയുന്ന ആ ഒരു ശബ്ദം അത് മറ്റുള്ളവർക്ക് മോശമാകുന്ന രീതിയിൽ പറയത്തില്ല. നല്ല രീതിയിൽ നിങ്ങളുടെ ശബ്ദം വാണിയുടെ പ്രഭാവം ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മുന്നേന്നും നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്താണോ വിളിച്ച് പറയുന്നത് അതുപോലും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. പിന്നെയാണ് ആലോചിക്കുന്നത്, അയ്യോ ദൈവമേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ദേഷ്യം വന്നപ്പോഴെന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കൺട്രോള് ഉണ്ടാകും ദേഷ്യത്തിന്. ഇനി നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം നിങ്ങൾക്ക് തെറ്റായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി ആ ഒരു ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റിയുടെ ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം നമ്മുടെ ആ ഒരു ഊർജ്ജത്തിൽ അതിൻ്റെ പ്രഭാവം ഭയങ്കരമായിട്ട് ഉണ്ടാകും.
കാരണം നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് അപ്പോൾ വർക്ക് ചെയ്യും. പക്ഷേ എപ്പോഴാണോ പോസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിൽ കയറുന്നത്, അപ്പോൾ നമ്മുടെ ഊർജ്ജം നമുക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾ ദേഷ്യത്തിൽ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നത് അത് പെട്ടെന്ന് ഫലിക്കും. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു വാക്ക് ദേഷ്യത്തിൽ പറയുന്നത് കൺട്രോൾ ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ട്. ഇവിടെ എൻ്റെ ആ ഒരു എനർജിയും ഇതേപോലെയായിരുന്നു. അതായത് ദേഷ്യം ഒട്ടും തന്നെ കൺട്രോളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ മെഡിറ്റേഷൻ ചെയ്താണ് എൻ്റെ ആ ഒരു എനർജിയെ കൺട്രോളിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇതേ സെയിം അവസ്ഥയായിരിക്കും. അതായത് നിങ്ങളും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിലൂടെ നിങ്ങളിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സമയം ദേഷ്യം വരും, പക്ഷെ ആ ഒരു ദേഷ്യം വന്നതുപോലെ പോകും, കുറേ നേരം നിൽക്കത്തില്ല. അത് ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ടാണ്. മുന്നത്തെ പോലെ കുറേ നേരം ദേഷ്യപ്പെട്ട് അങ്ങനെ ഒരു ഇതില്ല എനിക്ക്. നിങ്ങളും നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ മെഡിറ്റേഷനിലൂടെ ശരിയാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചക്രാസിനെ നിങ്ങൾ ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ചക്രാസിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ചക്രാസിന് വേണ്ടി കുറച്ച് സമയം 5 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. കാരണം ഒരു ദിവസം പോലും നമ്മൾ മുടക്കിയാൽ നമ്മൾ ചെയ്തതെല്ലാം വെള്ളം ഒഴിച്ചതിന് തുല്യമാണ്. വീണ്ടും ഇംബാലൻസ് ആവും. അതിനെക്കാട്ടി എല്ലാ ദിവസവും നമ്മൾ ചക്രാസ് നമ്മൾ ബാലൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പോൾ സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും സാഹചര്യം ഇങ്ങനെ വരികയാണ്, റിസ്ക് എടുക്കേണ്ടത് ആവശ്യമുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ റിസ്ക് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ അതോറിറ്റിയിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ആധാരത്തിൽ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഒരു ആഗ്രഹം പൂർണ്ണമാകും. ആ ഒരു ആഗ്രഹത്തിലൂടെ മറ്റു പല ആഗ്രഹങ്ങളും പൂർണ്ണമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുതരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ എഴുതി വയ്ക്കും നിങ്ങളുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളും. എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യം നടന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡയറി എന്തെങ്കിലും വാങ്ങിക്കണം ഒക്കെ തോന്നും. അതായത് എൻ്റെ ലൈഫിൽ എന്താണോ നടന്നത് അത് എഴുതി വയ്ക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ തോന്നുന്നെങ്കിൽ വാങ്ങിക്കുക, എഴുതുക. ഇവിടെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എൻ്റെ ലൈഫിൽ ഇന്ന ദിവസം ഈ രീതിയിൽ കാര്യം നടന്നു എന്നുള്ള രീതിയിൽ ഡേറ്റ് വരെ നിങ്ങൾ എഴുതുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഈശ്വരന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണും. ആ ഒരു കാര്യത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. മിറാക്കിൾ ഉണ്ടാവുന്നതായിട്ട്, കേവലം ഈശ്വരന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു മിറാക്കിൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ കൈ കൂപ്പി പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ദൈവമേ, അങ്ങ് എൻ്റെ ലൈഫിൽ ഒരു മിറാക്കിൾസ് നടത്തി തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് കൈ കൂപ്പി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈശ്വരനോടുള്ള വിശ്വാസം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നടന്നതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും, അതായത് ഈ ഒരു കാര്യം നടന്ന് 2 ദിവസത്തിനുള്ളിൽ എവിടെയെങ്കിലും ദർശനം ചെയ്തിട്ട് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഭദ്രകാളി അമ്മയുടെ കോവിലിൽ നിങ്ങൾ ദർശനം ചെയ്തിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ദേവി അമ്മയുടെ ആ ഒരു ഊർജ്ജവുമായിട്ട് കണക്റ്റ് ആവുന്നെന്ന് ഞാൻ കുറേ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞില്ലേ. ഭദ്രകാളി അമ്മയുടെ, അതായത് പാർവതി ദേവി ഭദ്രകാളി അമ്മയായിട്ട് ട്രാൻസ്ഫോം ആകുന്ന ആ ഒരു എനർജി, അതാണ് എനിക്ക് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ പല റീഡിങ്ങിലും നിങ്ങളോട് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുമേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന്. ഇവിടെ നിങ്ങളുടെ മനസ്സിലെവിടെ ദൂരെ ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ അങ്ങനെ എവിടെയോ ദൂരയാത്ര നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഈശ്വരനിലുള്ള വിശ്വാസം വളരെയധികം കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തായാലും വളരെ നല്ല ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു പ്രോബ്ലം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങളെ അവർ ചിലപ്പോൾ മനസ്സിലാക്കാത്തതാണെങ്കിലോ മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോ ആണ് എങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മാരേജ് ലൈഫ് ഒട്ടും തന്നെ നല്ലതായിട്ടല്ല പോകുന്നത്. വലിയൊരു തീരുമാനം നിങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നത് വരട്ടെ, എല്ലാം നേരെയാകുമെന്നാണ് ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വർക്ക് എന്തായിക്കൊള്ളട്ടെ, ഓൺലൈൻ വർക്കോ അല്ലെങ്കിൽ എന്തായിക്കൊള്ളട്ടെ, വർക്ക് ബിസിനസ്സോ എന്തായിക്കൊള്ളട്ടെ, അവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വർക്കിൽ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു പേടി എപ്പോഴും ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ പേടി നിങ്ങൾ ആദ്യം മാറ്റുക. എന്തെങ്കിലും വലിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുമോ നിങ്ങളുടെ വർക്കിൽ, അങ്ങനെ ഒരു പേടി നിങ്ങൾക്കുണ്ട്. അത് ഒരിക്കലും വേണ്ട, മാറ്റൂ നിങ്ങൾ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നാണ് പറയുന്നത്. നിങ്ങൾ പവറിലാണ് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയാണ്, അതോറിറ്റിയിൽ ഇരിക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇവിടെ യൂണിവേഴ്സ് ചില സമയം സ്വയം നിങ്ങളോട് പറയും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കാതെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മേൽ സമർപ്പിക്കുക. നിങ്ങൾ സോളിറ്റ്യൂഡിൽ ഇരിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾക്ക് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സമയം നല്ലതാവാൻ പോകുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആയിട്ടുണ്ട്. ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം പുറത്ത് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ദൈവമേ ഇതൊക്കെ ഞാൻ നടക്കുമെന്ന് വിചാരിച്ചതല്ല, അതെല്ലാം എൻ്റെ ലൈഫിൽ നടക്കുകയാണല്ലോ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു ഇതെല്ലാം നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ റിവാർഡാണ്, നിങ്ങളുടെ സാഹസികതയുടെ റിവാർഡാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു സെലിബ്രേഷനും ഒരു വിക്ടറിയും ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നിങ്ങൾ വിചാരിച്ചു എനിക്കും ഒരു നല്ല സമയം വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ അതെല്ലാം സഹിച്ചു. ഇപ്പോൾ നിങ്ങൾക്കും ഒരു നല്ല സമയം വന്നിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള സമയത്ത് പോലും നിങ്ങൾ നിങ്ങളുടെ സാഹസികത കളഞ്ഞില്ല. അതാണ് ദൈവം കണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടായിട്ട് ദൈവം എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. എന്തായാലും ഈ ഒരു എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരാൻ പോകുകയാണെന്ന് വിശ്വസിക്കുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.